ബൈബിൾ വായിക്കുന്ന ഭൂരിഭാഗം ആളുകളെയും അതുപോലെ തന്നെ യുക്തിവാദികളെയും ബൈബിൾ വിമർശകരെയും ഒരുപോലെ അലട്ടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആദവും ഹൗവയും കഴിഞ്ഞാൽ ഭൂമിയിലെ ആദ്യത്തെ മക്കളായ കായേനും ഹാബേലും. കായേൻ തൻ്റെ അനിയനായ ഹാബേലിനെ കൊലപ്പെടുത്തിയ ശേഷം ദൈവത്തിൻ്റെ ശാപം ഭയന്ന് നോദ് ദേശത്തേക്ക് നാട് വിട്ടുപോയി എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: കായേൽ തൻ്റെ ഭാര്യയെ അറിഞ്ഞു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഇവിടെയാണ് ആ വലിയ ചോദ്യം ഉയരുന്നത്. ലോകത്താകെ ആദാമും ഹൗവയും പിന്നെ കായേലും മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ കായേന് എവിടെ നിന്നാണ് ഒരു ഭാര്യയെ കിട്ടിയത്? നോദ് ദേശത്ത് വേറെ മനുഷ്യർ ജീവിച്ചിരുന്നോ? ദൈവം ആദാമിനും ഹൗവയ്ക്കും പുറമെ വേറെയും മനുഷ്യരെ സൃഷ്ടിച്ചിരുന്നോ? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ബൈബിൾ സത്യം എന്താണ്? ഈ വീഡിയോയിലൂടെ നമ്മളത് വ്യക്തമായി പരിശോധിക്കാൻ പോവുകയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പലർക്കും പറ്റുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താം. കായേൽ നോദ് ദേശത്ത് ചെന്നപ്പോഴാണ് അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയതെന്നും അവളെ വിവാഹം കഴിച്ചുവെന്നുമാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ബൈബിൾ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാകും, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. നോദ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം അലച്ചിൽ അല്ലെങ്കിൽ നാടോടി അവസ്ഥ എന്നാണ്. അതായത് കായേൽ ഏതേന് കിഴക്കു ഭാഗത്തുള്ള ഒരു പ്രത്യേക ജനവാസ മേഖലയിലേക്ക് പോയി എന്നല്ല, മറിച്ച് അവൻ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലാണ് എന്നാണ് ബൈബിൾ അർത്ഥമാക്കുന്നത്. കൂടാതെ ബൈബിളിൽ കായേൽ തൻ്റെ ഭാര്യയെ കണ്ടെത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, പകരം തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്നാണ്. പഴയ നിയമ ഭാഷയിൽ അറിയുക എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ് അർത്ഥം. അതായത് കായേൽ വിവാഹം കഴിച്ച ശേഷമാണ് അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ കൂടെ കൂട്ടിയ ഭാര്യയുമായി അവിടെ വെച്ച് ഒന്നായി എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ കൂടെ കൂട്ടിയ ആ സ്ത്രീ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബൈബിൾ തന്നെ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: ശേത്ത് ജനിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശ്രദ്ധിക്കുക, ആദാമിനും ഹൗവയ്ക്കും കായേൽ, ഹാബേൽ, ശേത്ത് എന്നീ 3 ആൺമക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവർക്ക് മറ്റ് നിരവധി പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. ആദാം 930 വർഷങ്ങളോളമാണ് ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആയുസ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടനവധി മക്കളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രപരമായും ബൈബിൾ പരമായും മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതവും കൃത്യവുമായ ഉത്തരം ഇതാണ്: കായേന്റെ ഭാര്യ അവന്റെ സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും സഹോദരന്റെ മകളോ ആയിരിക്കാം. മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ ഭൂമിയിൽ ആളുകൾ പെരുകാൻ വേണ്ടി സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം അനിവാര്യമായിരുന്നു. ഇവിടെ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ 2 ചോദ്യങ്ങൾ വരാം. ഒന്ന്, സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുന്നത് വലിയൊരു പാപമല്ലേ? 2, അങ്ങനെ വിവാഹം കഴിച്ചാൽ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാകില്ലേ? ശാസ്ത്രം പറയുന്നത് അതല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം ദൈവം നിരോധിക്കുന്നത് മോശയുടെ കാലത്താണ്. അതായത് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ ആദാമിന്റെ കാലം കഴിഞ്ഞ് ഏകദേശം 2500 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിയമം വരുന്നത്. അതുവരെ ദൈവം അത് നിരോധിച്ചിരുന്നില്ല. കാരണം മനുഷ്യവർഗം ആരംഭിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അബ്രഹാം പോലും തന്റെ അർദ്ധ സഹോദരിയായ സാറയെയാണ് വിവാഹം കഴിച്ചത്. ഇനി ശാസ്ത്രീയമായ വശത്തിലേക്ക് വരാം. ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ആദാമിന്റെയും ഹൗവയുടെയും DNA തികച്ചും സർഗുണമുള്ളതും യാതൊരുവിധ വൈകല്യങ്ങളും ഇല്ലാത്തതായിരുന്നു. തലമുറകൾ കൈമാറി വന്നപ്പോഴാണ് മനുഷ്യന്റെ ജീനുകളിൽ വൈകല്യങ്ങളും രോഗങ്ങളും പടർന്നത്. അതുകൊണ്ട് ആദ്യ തലമുറകളിൽ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാലും കുട്ടികൾക്ക് യാതൊരുവിധ ശാസ്ത്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ചില ദൈവശാസ്ത്രജ്ഞന്മാർ മറ്റൊരു സിദ്ധാന്തം കൂടി മുന്നോട്ട് വെക്കാറുണ്ട്. ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവായെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ തോട്ടത്തിന് പുറത്ത് മറ്റു മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ടാകാം എന്ന് ചിലർ വാദിക്കുന്നു.
കായേൽ ഭയപ്പെട്ടിരുന്നതും തന്നെ കാണുന്നവർ ആരെങ്കിലും കൊന്നുകളയുമെന്ന് പറഞ്ഞതും ഈ പുറത്തുള്ള മനുഷ്യരെ കുറിച്ചാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാന പഠനമനുസരിച്ച് ഈ വാദത്തിന് വലിയ നിലനിൽപ്പില്ല. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്നു, ആദാമാണ് ആദ്യത്തെ മനുഷ്യൻ. ഉൽപ്പത്തി 3:20 ഹവ്വയെ കുറിച്ച് പറയുന്നത് അവൾ ജീവനുള്ളവർക്കൊക്കെയും അമ്മയല്ലോ എന്നാണ്. അതായത് ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും മാതാവ് ഹവ്വ തന്നെയാണ്. അതുകൊണ്ട് കയേൽ തന്റെ സഹോദരിയെ തന്നെയാണ് വിവാഹം കഴിച്ചതെന്ന നിഗമനത്തിലാണ് ബൈബിൾ പണ്ഡിതന്മാർ എത്തിച്ചേരുന്നത്. ചുരുക്കത്തിൽ കായേന് ഭാര്യ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലളിതമാണ്. അത് ആദാമിന്റെയും ഹവ്വയുടെയും തന്നെ മക്കളിൽ ഒരാളായ കയേന്റെ സ്വന്തം സഹോദരിയായിരുന്നു. സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ മനുഷ്യവംശം നിലനിർത്താൻ ദൈവം അനുവദിച്ച ഒരു രീതിയായിരുന്നു അത്. പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ദൈവം അത് നിയമം വഴി നിരോധിക്കുകയാണ് ഉണ്ടായത്. ബൈബിളിലെ ഇത്ര രസകരമായ ചോദ്യങ്ങളെക്കുറിച്ചും അതിന്റെ ഉത്തരങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് തന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും വരാം.